നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് അത് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. കപ്പാസിറ്ററിലേക്ക് ഒരു ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്ററിന് 2 പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ് എടുത്തിട്ടുള്ളത്. 2 പ്ലേറ്റുകളുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലത്തെ പ്ലേറ്റ് പോസിറ്റീവും അപ്പുറത്തുള്ള പ്ലേറ്റ് നെഗറ്റീവുമാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഡയറക്ഷൻ ആണെങ്കിൽ എൻ്റെ റൈറ്റ് ആണിത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റിലുള്ള പ്ലേറ്റ് പോസിറ്റീവും എൻ്റെ ലെഫ്റ്റിലുള്ള പ്ലേറ്റ് നെഗറ്റീവ് എന്നും പറയേണ്ടി വരും. ഏത് രീതിയിലായാലും കുഴപ്പമില്ല. ഒരു പ്ലേറ്റ് പോസിറ്റീവും മറ്റേത് നെഗറ്റീവുമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു കറൻറ്റും പോകുന്നുണ്ടായിരിക്കും. അതായത് ഇതൊരു ഔട്ടർ സർക്യൂട്ടാണ്. ആ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ കൂടി ഒരു കറൻറ്റും പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണണം. ഇതൊരു കറൻറ്റ് ക്യാരിയിങ് വയർ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു കപ്പാസിറ്ററിലേക്ക് കണക്റ്റിംഗ് വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഇൻപുട്ട് ഒരു സോഴ്സ് ഓഫ് കറൻ്റാണ്. ആ കറൻറ്റ് ഈ കപ്പാസിറ്ററിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും. ആ കറൻറ്റ് ക്യാരിയിങ് വയർ, ആ കണ്ടക്റ്റിംഗ് വയറിന് ചുറ്റുമുള്ള പോയിന്റിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതൊരു കണക്റ്റിംഗ് വയറാണ്, കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതിന് ചുറ്റുമുള്ള ആ റീജിയനിൽ ഒരു പോയിന്റ് ഞാൻ എടുത്തു. പി എന്ന് പറയുന്നതാണ് ആ പോയിന്റ്. ആ പോയിന്റിലും ഈ പറഞ്ഞതുപോലെ എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇത് കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ, കറൻറ്റ് ക്യാരിയിങ് കണക്റ്റിംഗ് വയർ ആയതുകൊണ്ട് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ റീജിയണിൽ ഒരു പോയിൻ്റാണ് പി. ആ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കാണണം. അങ്ങനെയെങ്കിൽ സുഖമായി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആംപേർ സർക്യൂട്ടിൽ ഉപയോഗിക്കാം. നമ്മൾ 4th ചാപ്റ്ററിൽ നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഒരു കറൻറ്റ് ക്യാരിയിങ് ലീനിയർ കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് ആംപിയർ സർക്യൂട്ട് ലോയുടെ ഫസ്റ്റത്തെ അപ്ലിക്കേഷനായിരുന്നത്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് സുഖമായി കണ്ടുപിടിക്കാം. അപ്പോൾ ആ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കാണണമെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ആംപേറിയൻ ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്യണം. ഞാനൊരു എക്സാക്റ്റ് ഒരു സർക്കിൾ പോലെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ r ആണ്. അല്ലെങ്കിൽ ഈ കറൻറ്റ് ക്യാരിയിങ് വയറിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r ആണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും വിരോധമില്ല. എന്ത് അപ്ലൈ ചെയ്യാം? നമുക്ക് ആംപിയർ സർക്യൂട്ടിൽ സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. ആംപിയർ സർക്യൂട്ടിൽ എന്താണ്? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ടോട്ടൽ കറണ്ടാണ് I എൻക്ലോസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ നമ്മളൊന്ന് സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഡെറിവേഷൻ ഇവിടെ എഴുതിയിട്ടില്ല കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒരു കറൻറ്റ് ക്യാരിയിങ് ലീനിയർ കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2πr. ഞാൻ അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തിരിക്കുന്നു. μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, പെർമിബിലിറ്റി ആണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്റ്റിംഗ് വയറിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റും 2π നമുക്കറിയാവുന്നതാണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റിംഗ് വയറിൽ നിന്ന് ആ പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മുടെ ആംപെയറിൻ ലൂപ്പിൻ്റെ റേഡിയസ്. ഇതാണ് നമ്മുടെ ബിക്കുള്ള ഇക്വേഷൻ. മാഗ്നിറ്റ്യൂഡാണ്. ഡയറക്ഷൻ നിങ്ങൾക്ക് സുഖമായി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് സുഖമായി കണ്ടുപിടിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇനി മാക്സ്വെൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ ഈ ക്ലോസ്ഡ് സർഫസ് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു പോട്ട് ലൈക്ക് സ്ട്രക്ചർ പോലെ നോക്കാം നമുക്ക്. കൺസിഡർ എ ഡിഫറെൻറ്റ് ക്ലോസ്ഡ് സർഫസ്, എ പോട്ട് ലൈക്ക് സർഫസ് എക്സ്റ്റെൻഡഡ് ടു ഇൻറ്റീരിയർ ഓഫ് ദി കപ്പാസിറ്റർ പ്ലേറ്റ്സ്. ഞാനിവിടെ ജസ്റ്റ് ഒരു റിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്ത് ചെയ്തു? ഞാൻ ആ റിങ്ങിനെ വലിച്ചു നീട്ടി. അതായത് റിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡ് സെയിം തന്നെയാണ്, ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷനാണ് പറയുന്നത്. ഞാൻ അതിന് വലിച്ചു നീട്ടി ജസ്റ്റ് ഒരു പോട്ട് ലൈക്ക് സ്ട്രക്ചർ പോലെ ആക്കിയെടുത്തു. എന്നുണ്ടായിരുന്ന ആ റിങ്ങിനെ ഞാനൊന്ന് വലിച്ചു നീട്ടി. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഈ ഒരു പ്ലേറ്റിൽ തട്ടു. അപ്പോൾ എന്ത് ചെയ്യും? കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിനെയും കൂടി ഉൾപ്പെടുത്താൻ പോകും. അപ്പോൾ ഇങ്ങനെ നിന്നിരുന്നതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു നീട്ടിയതാ ഇങ്ങനെ വെച്ചു, ഒരു പോട്ട് ലൈക്ക് സ്ട്രക്ചറാക്കി മാറ്റി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആംപേറിയൻ ലൂപ്പിനെ ഞാനൊന്ന് വലിച്ചു നീട്ടി ഒരു പോട്ട് ലൈക്ക് സ്ട്രക്ചറാക്കി മാറ്റി. അതിൻ്റെ ഒരു എൻഡ് ലെഫ്റ്റിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ റൈറ്റാണ്. എൻ്റെ റൈറ്റിലുള്ള എൻഡ് നേരത്തെ പറഞ്ഞതുപോലെ അതേ സർക്കിൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റിലുള്ള എൻഡ് ഇതാണ്. ഇതൊരു ഓപ്പൺ സർഫസ് ആണ്. ഈ ഒരു ഭാഗം ഓപ്പൺ ആണ്, ഈ ഒരു ഭാഗം ഓപ്പൺ ആണ്. ഈ മുകളിലുള്ള ഭാഗവും അടിയിലുള്ള ഭാഗം മാത്രമാണ് ക്ലോസ്ഡ് ഉള്ളൂ. അതായത് ഒരു പോട്ട് പോലെ. ആ പോട്ടിൻ്റെ ടോപ്പും ബോട്ടവും ഓപ്പൺ ആണെന്ന് വിചാരിക്കാം. അതെങ്ങനെയാണ്?
കൃത്യമായിട്ട് ആ പോട്ടിരിക്കുക. ആ പോട്ടിൻ്റെ സ്ട്രക്ചർ ഈ രീതിയിലാണെന്ന് മാത്രം. ഓക്കെ, ഒരു നെക്കും ഉണ്ടായിരിക്കും, ഒരു ബേസും ഉണ്ടായിരിക്കും. ബേസ് ഓപ്പൺ ആണ്, നെക്കിൻ്റെ മുകൾ ഭാഗവും ഓപ്പൺ ആണെന്ന് വിചാരിക്കുക. ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പൺ സർഫസ് ഉണ്ട്, റൈറ്റ് സൈഡിലും ഒരു ഓപ്പൺ സർഫസ് ഉണ്ട്. ഈ ക്ലോസ്ഡ് സർഫസ് എൻ്റെ ലെഫ്റ്റിലുള്ള ഈ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് വിളിക്കാം. ഈ ക്ലോസ്ഡ് ലൂപ്പ് ഈ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ എവിടെയാണ്? ഉള്ളിലാണ്. ഇവിടെയുള്ള ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന അതേ പോയിന്റിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സർഫസ് എടുത്തു, അത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അതിൻ്റെ ഒരു സർഫസ് വരുന്നത് രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിലാണെന്ന് വിചാരിക്കുക. നോക്കുക, എക്സ്റ്റെൻഡ് ടു ഇൻറ്റീരിയർ ഓഫ് ദി കപ്പാസിറ്റർ പ്ലേറ്റ്സ്. ദെൻ നമുക്ക് ഇനി ഈ ഒരു ക്ലോസ്ഡ് സർഫസിൽ ആംപിയർ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. എന്തായിരുന്നു ആംപിയർ സർക്യൂട്ട് ലോ? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 I എന്ന് പറയുന്നതായിരുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കപ്പാസിറ്ററിൻ്റെ ലെഫ്റ്റ് പ്ലേറ്റ് പോസിറ്റീവാണ്, റൈറ്റ് പ്ലേറ്റ് നെഗറ്റീവ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ എയർ ആണെന്ന് വിചാരിക്കുക. ഈ എയർ എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റിയെ കടത്തിവിടില്ല, കറൻറ്റിനെ കടത്തിവിടില്ല. ഇനി നിങ്ങളൊരു ഡൈലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടൂ, ഇലക്ട്രിക് കറൻറ്റിനെ കടത്തിവിടില്ല. രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിലുള്ളത് വാക്വം ആണെങ്കിലും അല്ലെങ്കിൽ എയർ ആണെങ്കിലും അത് അല്ലെങ്കിൽ ഒരു മീഡിയം ആണെങ്കിലും അവരെന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. എയർ ആണെങ്കിൽ ഒരുപക്ഷെ ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിടും, ഒരു ഡയലക്ട്രിക് മീഡിയം ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് കറൻറ്റ് കടന്നു പോകില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്ലോസ്ഡ് സർഫസിൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് ഇടയിലെടുത്തിരിക്കുന്ന ഈ ക്ലോസ്ഡ് സർഫസിൽ നമ്മൾ ആംപിയർ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐക്ക് വരെ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0 ഇക്വേഷൻ 2 ആണ്. അതായത് ഒരേ പോയിന്റിൽ നമ്മൾ ആംപിയർ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്തപ്പോൾ, ഇത് പോയിന്റ് പി ആണ്, അതേ പോയിന്റ് പി തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ആ ഒരു ക്ലോസ്ഡ് സർഫസ് ഒരു അല്പം എക്സ്റ്റെൻഡ് ചെയ്തതേ ഉള്ളൂ. ഒരേ പോയിന്റിൽ നമ്മൾ ആംപിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തപ്പോൾ രണ്ട് തരത്തിലുള്ള റിസൾട്ടാണ് കിട്ടിയത്. ആദ്യത്തെ റിസൾട്ട് കൃത്യമായിട്ട് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 എന്ന് കിട്ടി. അതിൽ നിന്ന് സുഖമായി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനും സാധിച്ചു. മ്യൂ 0 I ഡിവൈഡ് ബൈ 2πr ഇക്വേഷൻ 1. പക്ഷേ അതേ പോയിന്റിലെ ആ ഒരു ക്ലോസ്ഡ് ലൂപ്പിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റൊരു ലൂപ്പാക്കി മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടുത്തെ റെഫറൻസ് പോയിന്റ് പി തന്നെയാണ്, രണ്ട് പോയിന്റുകൾ മാറിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആംപിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി ഈക്വൽ ടു മ്യൂ 0 I ബൈ 2πr എന്ന് കിട്ടി. ഞാനതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ക്ലോസ് സർഫസ് രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിൽ കൊണ്ടുവച്ചപ്പോൾ അവിടെ നമ്മൾ ആംപിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനും കിട്ടി. അതായത് ഒരേ റെഫറൻസ് പോയിന്റുകൾക്ക് രണ്ട് തരത്തിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് മാക്സ്വെൽ പറഞ്ഞത് ആംപിയർ സർക്യൂട്ടിലേക്ക് ചെറിയൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ഇവിടെ ആംപിയർ സർക്യൂട്ടിലോ ഫെയിൽ ആവാൻ കാരണം എന്താ? രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള ആ ഒരു ക്ലോസ്ഡ് സർഫസിൽ എന്ത് കറൻറ്റ് ഇല്ല എന്നേ ഉള്ളൂ? കണ്ടക്ഷൻ കറൻറ്റ് ഇല്ല. ഈ ഐ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള കണ്ടക്ഷൻ കറൻറ്റാണ്, അത് ഇല്ല എന്നേ ഉള്ളൂ. മാക്സ്വെൽ പറഞ്ഞു കണ്ടക്ഷൻ കറൻറ്റ് അവിടെ 0 ആണ്. അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0 വരും. പക്ഷേ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്, അവിടെ കറൻറ്റ് ഇല്ല എന്നുള്ളൂ. എന്ത് ടൈപ്പ് കറൻറ്റ് ഇല്ല എന്നുള്ളൂ? കണ്ടക്ഷൻ കറൻറ്റ് ഇല്ല എന്നുള്ളൂ. അവിടെ മറ്റൊരു തരത്തിലുള്ള കറൻറ്റ് ഉണ്ടാകാം. ആ കറൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. ചുരുക്കി പറയുകയാണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ഈ പോസിറ്റീവ് പ്ലേറ്റ് എത്തുന്നത് വരെ കണ്ടക്ഷൻ കറൻറ്റ് ഉണ്ട്. പോസിറ്റീവ് പ്ലേറ്റ് മുതൽ ഈ നെഗറ്റീവ് പ്ലേറ്റ് വരെ എന്തില്ല? കണ്ടക്ഷൻ കറൻറ്റ് ഇല്ല. അതുകൊണ്ടാണ് ആംപിയർ സർക്യൂട്ടിലോ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0 വന്നത്. കാരണം ആംപിയർ സർക്യൂട്ടിലോ ഐ എന്ന് പറയുന്നത് എന്ത് കറൻ്റ് ആയിരുന്നു? കണ്ടക്ഷൻ കറൻ്റ് ആയിരുന്നു. കണ്ടക്ഷൻ കറൻറ്റ് 0 ആണ്. രണ്ട് പ്ലേറ്റുകൾക്കിടയിലും കണ്ടക്ഷൻ കറൻറ്റ് 0 ആണ്. അവിടെ മറ്റൊരു തരത്തിലുള്ള കറൻറ്റ് ഉണ്ടാകാമെന്ന് മാക്സ്വെൽ പറഞ്ഞു. ആ കറൻറ്റിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. ഇനി രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഉണ്ട്, അവിടെ എന്തില്ല? കണ്ടക്ഷൻ കറൻറ്റ് ഇല്ല. പിന്നീട് ആ സർക്യൂട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ അപ്പുറത്തേക്ക് കണ്ടക്ഷൻ കറൻറ്റ് മാത്രമേ ഉണ്ടാകുള്ളൂ, ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെ പറയാം, നമുക്ക് രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിൽ ഉള്ള കറൻറ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. രണ്ട് പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ് എത്തുന്നത് വരെ കണ്ടക്ഷൻ കറൻറ്റ്, പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്,
അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴും കണ്ടക്ഷൻ കറണ്ട്. അപ്പോൾ മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ടൈപ്പ് കറണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. കണ്ടക്ഷൻ കറണ്ടിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കറിയാം. ഇനി നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിലേക്കാണ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനുള്ള ഇക്വേഷൻ, മാത്തമെറ്റിക്കലായിട്ടുള്ള ഇക്വേഷൻ, അതാണ് നമ്മൾ ഇനി പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനുള്ള ഇക്വേഷൻ കണ്ടെത്താൻ ഉള്ള പരിശ്രമത്തിലാണ്. നോക്കാം നമുക്ക് ഏത് രീതിയിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനുള്ള ഇക്വേഷൻ കണ്ടെത്തുന്നത്. അതിനുവേണ്ടി കുറച്ച് സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പുകളായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സർഫസ്. നമ്മൾ ഓൾറെഡി ഒരു പോർട്ട് ലൈക്ക് ക്ലോസ്ഡ് സർഫസ് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കാം. പുറമേ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്, ഉള്ളിലും ഈ രീതിയിൽ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്. ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്, ഇതും ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. ഏകദേശം ഒരു സർക്കിളാണ് ഉള്ളിൽ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു സർക്കിൾ ടൈപ്പ് ക്ലോസ്ഡ് ലൂപ്പാണ്. അതിനൊരു സർഫേസും ഉണ്ടായിരിക്കും. ഒരു കൃത്യമായിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു സർഫസ് ഒരു പ്ലെയിൻ സർഫസാണ്. അതിൻ്റെ ഷേപ്പ് സർക്കുലർ ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ സർഫസിൽ കൂടിയുള്ള ഫ്ലക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ക്ലോസ്ഡ് സർഫസിൽ ഉള്ള ഫ്ലക്സ് ആണ് കാണേണ്ടത്. അതും ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കാണേണ്ടത്. നോക്കാം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സർഫസ് phi E is equal to integral E dot dA. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് E dot dA. രണ്ടും വെക്ടേഴ്സാണ്. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും വെക്ടേഴ്സാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ E ഇൻറ്റു ഡി എ എന്ന് വന്നു. എന്തുകൊണ്ട്? ഈ ഡോട്ട് ഡി എ എന്താ? ഈ ഡി എ കോസ് തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളുമാണ്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ. ഇനി ഇത് പോസിറ്റീവ് പ്ലേറ്റാ, ഇത് നെഗറ്റീവ് പ്ലേറ്റാ. ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് പോവുക. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോവുക. നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് പോവുക. അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഇവിടെയുള്ള ഏരിയ വെക്ടറിനും. കാരണം ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. മൊത്തം നോക്കുകയാണെങ്കിൽ ആ പോർട്ട് ലൈക്ക് സ്ട്രക്ചർ ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. എപ്പോഴും ഏരിയ വെക്ടർ പോവുക എങ്ങോട്ടാണ്? എവേ ഫ്രം ദി സർഫസ്. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഈ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് എവേ ആയിരിക്കും ഏരിയ വെക്ടർ പോവുക. ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ റൈറ്റിലേക്ക് വന്നേനെ. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് നമ്മുടെ ലെഫ്റ്റിലേക്കാണ് ഏരിയ വെക്ടർ പോവുക. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനാണ്. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. ഈ ഡോട്ട് ഡി എ, ഈ ഡി എ കോസ് തീറ്റ, ഈ ഡി എ കോസ് 0, കോസ് 0 ആണ് ഈ ഡി എ. അതുകൊണ്ട് ഇൻ്റഗ്രലിൻ്റെ അപ്പുറത്ത് ഈ ഡോട്ട് ഡി എ മാറി എന്തായി? ഇ ഇൻറ്റു ഡി ഐ ആയി. കാരണം എഴുതിയിട്ടുണ്ട് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ രണ്ട് പ്ലേറ്റുകൾക്ക് ഉള്ളിലുള്ള അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റാണ്. സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നുള്ളത് മുന്നേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് രണ്ട് പ്ലേറ്റുകൾക്കുള്ളിലുള്ള ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം. നോക്കാം. phi E is equal to E യെ ഞാൻ പുറത്തേക്ക് എടുത്തിരിക്കുന്നു. ബാക്കി എന്തൊക്കെ വരുള്ളൂ? ഡി എ എന്ന് പറയുന്നിട്ടുള്ള ടേം മാത്രമേ വരുള്ളൂ. ഇൻ്റഗ്രൽ ഡി എ. ആ ഒരു ഏരിയയുടെ ചെറിയൊരു ഏരിയ ആണ് ഡി എ. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നത് മൊത്തത്തിലുള്ള ഏരിയ ആണ്. നമ്മളതിനെ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. സോ phi E is equal to E into integral ഡി എ or phi E is equal to E A. ദാറ്റ് ഇസ് ഇക്വേഷൻ 3. അതിൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് നമ്മളെടുത്തിരിക്കുന്ന ആ ക്ലോസ്ഡ് സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ആണെന്ന് വിചാരിക്കുക. സോ ഇക്വേഷൻ 3 വരെ എത്തി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഇനി സിഗ്മ എന്താണ്? ക്യൂ ഡിവൈഡഡ് ബൈ എ ആണ്. അങ്ങനെയെങ്കിൽ സിഗ്മയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂ ഡിവൈഡഡ് ബൈ എ കൊടുക്കാം. എപ്സിലോൺ 0 അങ്ങനെ തന്നെ അവിടെ ഇട്ടിട്ടുണ്ട്. സോ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0. അതാണ് നമ്മുടെ ഇക്വേഷൻ 4. ഓക്കെ, ഇനി ഇക്വേഷൻ 3 ഉണ്ട്, ഇക്വേഷൻ 4 ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 4 ഇൻ ഇക്വേഷൻ 3. ഈ ഇക്വേഷൻ 4 കൊണ്ടുപോയിട്ട് ഇക്വേഷൻ 3യിലെ ഇലക്ട്രിക് ഫീൽഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ത് സംഭവിക്കും? phi E ഈസ് ഈക്വൽ ടു ഇക്ക് വരെ എന്ത് കൊടുക്കാം? ക്യൂ ബൈ എ എപ്സിലോൺ 0 കൊടുക്കാം. ക്യൂ ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു എന്ത് ചെയ്യണം? ഇവിടെയുള്ള എ തന്നെ കൊടുക്കുന്നുണ്ട്. സോ ഇൻറ്റു എ. അതിൽ എയും എയും ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ബാക്കി നമുക്ക് phi E ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് മാത്രമേ വരികയുള്ളൂ. ആ ഇക്വേഷൻ ഞാൻ അപ്പുറത്തേക്ക് നീക്കി എഴുതിയിട്ടുണ്ട്.
E is equal to Q divided by epsilon 0. അത് നമ്മുടെ ഇക്വേഷൻ 5ഉമാണ്. ഇനി if the charge Q on the capacitor plates change with the time, then I is equal to dq divided by dt. അത് ഇക്വേഷൻ 6 ആണ്. നമ്മൾ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പ്ലേറ്റിലുമുള്ള ചാർജിൻ്റെ ക്വാണ്ടിറ്റി മാറി വരും. ശ്രദ്ധിക്കുക, ഒരു കപ്പാസിറ്റർ ഏറ്റവും ആദ്യം ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ, കപ്പാസിറ്ററിലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കറണ്ട് കൊടുക്കുമ്പോൾ ആ ചാർജ് എന്ത് ചെയ്ത് വരും? ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് കപ്പാസിറ്റർ പ്ലേറ്റിലുള്ള ചാർജിൻ്റെ എമൗണ്ട് കൂടും. അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചാർജിൻ്റെ എമൗണ്ട് കുറയും. അതായത് സമയത്തിനനുസരിച്ച് കപ്പാസിറ്റർ പ്ലേറ്റിലെ ക്യൂവിന് വ്യത്യാസം വരുന്നുണ്ട്. സമയത്തിനനുസരിച്ച് കപ്പാസിറ്റർ പ്ലേറ്റിലെ ചാർജ് മാറുന്നു, ചാർജിൻ്റെ ക്വാണ്ടിറ്റി മാറുന്നു. ചാർജ് സമയത്തിനനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു കറൻറ്റ് ലഭിക്കും. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്, അതാണ് ഇലക്ട്രിക് കറൻറ്റ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കറൻറ്റ് അവിടെ ലഭിക്കും. കപ്പാസിറ്റർ പ്ലേറ്റിലെ ചാർജുകൾ സമയത്തിനനുസരിച്ച് മാറുന്നതുകൊണ്ട് അത് കാരണം ഒരു കറൻറ്റ് ഉണ്ടാകാം. ആ കറൻറ്റാണ് I, which is equal to dq divided by dt. അതാണ് ഇക്വേഷൻ 6. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. കപ്പാസിറ്റർ പ്ലേറ്റിലെ ചാർജുകൾ അത് സമയത്തിനനുസരിച്ച് മാറുന്നു, അത് കാരണമുണ്ടാകുന്ന ആ കറൻറ്റിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. നോക്കാം നമുക്ക് ഏത് രീതിയിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റിനുള്ള ഫൈനൽ ഇക്വേഷൻ ലഭിക്കുക എന്ന്. അവസാനത്തെ പോയിന്റ് ഒരിക്കൽ കൂടി പറയാം. ഇഫ് ദ ചാർജ് Q, ഈ കപ്പാസിറ്റർ പ്ലേറ്റിലുള്ള ചാർജ് Q ആണെന്ന് വിചാരിക്കുക. ഓൺ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ചേഞ്ച് വിത്ത് ടൈം I is equal to dq divided by dt, and that is ഇക്വേഷൻ 6. കപ്പാസിറ്റർ പ്ലേറ്റിലെ ചാർജ് നമ്മൾ ആ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് വേണമെങ്കിൽ കൂടി വരും തന്നെ പറയാം. ഇനി ആ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിലോ ചാർജ് കുറഞ്ഞു വരും. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും സമയത്തിനനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ കപ്പാസിറ്റർ പ്ലേറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ചാർജിൽ മാറ്റമുണ്ടാകുന്നുണ്ട്. സമയത്തിനനുസരിച്ച് Q മാറുന്നുണ്ട്. Q ഡിവൈഡ് ബൈ T ആണ് കറണ്ട്. Q വിത്ത് റെസ്പെക്ട് ടു ടൈം, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് Q വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കറണ്ട്. dq ബൈ dt ആണ് കറണ്ട്. ഇവിടെയും നമ്മൾ തന്നെ എടുക്കുന്നു I is equal to dq divided by dt. ഇക്വേഷൻ 6 ആണത്. ഇവിടെയുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കറണ്ടാണ്. കാരണം കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള കറണ്ടാണ് ശരിക്കും I, which is equal to dq by dt. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരല്പം കൂടി സോൾവ് ചെയ്യാനുണ്ട്. I equal to dq by dt നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കറണ്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് I equal to dq by dt എന്ന് പറയുന്ന ഇക്വേഷൻ കൊണ്ട് നമ്മൾ സംതൃപ്തരാകരുത്. കുറച്ചും കൂടി നമുക്ക് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനുള്ള ഫൈനൽ ഇക്വേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് കിട്ടിയ ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. 5E equal to Q by epsilon 0 അതായിരുന്നു ഇക്വേഷൻ 5. I is equal to dq divided by dt അതാണ് ഇക്വേഷൻ 6. ഇതിൽ I എന്ന് പറയുന്നത് സാധാരണ കറണ്ട് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതാ ഈ കപ്പാസിറ്റർ പ്ലേറ്റുകളിൽ ചാർജുണ്ട്. ആ ചാർജുകൾ സമയത്തിനനുസരിച്ച് മാറുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. ആ കറണ്ടാണ് I എന്ന് പറയുന്നത്. അതിന് സാധാരണ കറണ്ട് അല്ല, സാധാരണ നമ്മൾ കണ്ടക്ഷൻ കറണ്ടാണ് I ആയിട്ട് എടുക്കാറ്. പക്ഷേ ഇവിടെ I എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. dq ബൈ dt എന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇക്വേഷൻ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഇക്വേഷൻ 5നെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുക. നോക്കാം നമുക്ക് എന്ത് ലഭിക്കും. ഡിഫറൻഷ്യേറ്റ് ഇക്വേഷൻ 5 വിത്ത് റെസ്പെക്ട് ടു ടൈം. ലെഫ്റ്റ് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? d ബൈ dt ഓഫ് 5e ഈക്വൽ ടു, റൈറ്റ് സൈഡാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ d ബൈ dt ഓഫ് Q ബൈ എപ്സിലോൺ 0. എപ്സിലോൺ 0 കോൺസ്റ്റൻറ്റാണ്, പുറത്തേക്ക് എടുത്തു. 1 ബൈ എപ്സിലോൺ 0 ഇൻറ്റു dq ബൈ dt. ഇതിൽ എന്താണ് dq ബൈ dt? I ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റുമാണ്. അപ്പോൾ dq ബൈ dtക്ക് എന്ത് കൊടുക്കുക? I കൊടുക്കുക. d5e ബൈ dt ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അതിൽ I എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ ID എന്നാണ് എഴുതുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ. സാധാരണഗതിയിൽ I എന്ന് പറയുന്നത് കറൻറ്റാണ്. ക്യാപിറ്റൽ I എഴുതി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡീൽ ചെയ്യാറുള്ള
കണ്ടക്ഷൻ കറണ്ടാണ്. ഇവിടെ സ്മോൾ ലെറ്റർ ഐ ആണ് എഴുതിയിരിക്കുന്നത്. എങ്കിൽ കൂടി ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യാൻ, അത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണെന്ന് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യാനായിട്ട് സഫിക്സ് ആയിട്ട് ഒരു സ്മോൾ ലെറ്റർ ഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. എപ്സിലോൺ 0 ഇൻറ്റു d∅e ഡിവൈഡഡ് ബൈ dt. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനുള്ള ഇക്വേഷൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള കറണ്ട് ഇപ്പോൾ നമുക്കറിയാം. ഒന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചു വന്നിരുന്ന ആ കണ്ടക്ഷൻ കറണ്ട്, അതിന് വേണമെങ്കിൽ നമുക്ക് ഐ സഫിക്സ് സി എന്ന് വിളിക്കാം, കണ്ടക്ഷൻ കറണ്ട്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്ററിൻ്റെ രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള കറണ്ട്, ആ കറണ്ട് ഉണ്ടാകാൻ കാരണം എന്താണ്? അവിടെ ഉണ്ടാകുന്ന ആ ചാർജുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. സമയത്തിനനുസരിച്ച് ചാർജുകൾ മാറുന്നു, അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത കറണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അതിനുള്ള ഇക്വേഷനാണ് എപ്സിലോൺ 0 ഇൻറ്റു d∅e ഡിവൈഡഡ് ബൈ dt. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനുള്ള ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ റേറ്റിനോടാണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്താണ്? അതൊരു കോൺസ്റ്റൻ്റാണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഡി പ്രൊപ്പോർഷണൽ ടു d∅e ഡിവൈഡഡ് ബൈ dt എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സ്വെൽ പറഞ്ഞൊരു കാര്യം എന്താണ്? ആംപിയർ സർക്യൂട്ടല്ലോ, രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് ഇടയിൽ ആംപിയർ സർക്യൂട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ചെറിയൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ആംപിയർ സർക്യൂട്ട് ലോയിൽ ഏത് തരത്തിലുള്ള കറണ്ടിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ? കണ്ടക്ഷൻ കറണ്ടിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. മാക്സ്വെൽ പറഞ്ഞു വേറെ ഒരു ടൈപ്പ് കറണ്ടും കൂടി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അങ്ങനെയെങ്കിൽ ആ ആംപിയർ സർക്യൂട്ട് ലോയിൽ ചെറിയൊരു മാറ്റം അദ്ദേഹം വരുത്തി, വളരെ ചെറിയൊരു മാറ്റം. ഐ എന്ന് പറയുന്നതിന് പകരം അവിടെ μ0 I ആണ്, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 I ആണ്. ആ ഐ എന്ന് പറയുന്നതിന് പകരം രണ്ട് കറണ്ടുകളെയും സമ്മ് ചെയ്ത് അദ്ദേഹം എഴുതി. അതായത് ഇങ്ങനെയാണ് മാറിയത്. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 I ആയിരുന്നു എന്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇക്വേഷൻ. അപ്പോൾ മാക്സ്വെൽ എന്ത് ചെയ്തു? ആ ഐക്ക് പകരം ഐ സി പ്ലസ് ഐ ഡി എന്ന് എഴുതി. അതായത് μ0 ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡി. അതിൽ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ കറൻറ്റും ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റുമാണ്. ഇനി ഇതൊരിക്കലും ബി ഡോട്ട് ഡി എൽ, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0 ആകില്ല. കാരണം ഐ സി എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ഷൻ കറൻറ്റാണ്. അതായത് ഈ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ഈ പ്ലേറ്റ്, ഫസ്റ്റത്തെ പ്ലേറ്റ് വരെ കണ്ടക്ഷൻ കറൻറ്റ് ഉണ്ട്. ഈ ഫസ്റ്റത്തെ പ്ലേറ്റിൽ നിന്ന് രണ്ടാമത്തെ പ്ലേറ്റ് വരെ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഉണ്ട്. രണ്ടാമത്തെ പ്ലേറ്റിൽ നിന്ന് അപ്പുറത്തേക്കും കണ്ടക്ഷൻ കറൻറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ μ0 ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡി ഒരിക്കലും 0 ആവുകയില്ല. പ്ലേറ്റുകൾക്ക് ഇടയിൽ ഐ ഡിക്ക് വാല്യൂ ഉണ്ട്, പുറത്തില്ല. ഈ പ്ലേറ്റുകൾക്ക് പുറത്ത് ഐ സിക്ക് വാല്യൂ ഉണ്ട്, ഐ ഡിക്ക് വാല്യൂ ഇല്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പ്ലേറ്റുകളുടെ പുറം ഭാഗത്ത് ഇവിടെ നിന്നിട്ട് താഴേക്കും ഇവിടെ നിന്നിട്ട് ഇപ്പുറത്തേക്കും എന്തുണ്ട്? കണ്ടക്ഷൻ കറണ്ട് ഉണ്ട്. രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞൊരു മിസ്റ്റേക്ക് എന്തായിരുന്നു? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു എന്നുള്ളതായിരുന്നു അവിടുത്തെ ഇൻകൺസിസ്റ്റൻസി. ഇനി 0 വരികയില്ല. കാരണം ഐ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളാക്കി അദ്ദേഹം സ്പ്ലിറ്റ് ചെയ്തു. മാക്സ്വെൽ സ്പ്ലിറ്റ് ചെയ്തു. അതിലൊന്ന് കണ്ടക്ഷൻ കറൻറ്റും ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റുമാണ്. ഇനി ഒരിക്കലും അത് 0 ആകില്ല. അങ്ങനെയെങ്കിൽ ഈ ലോയെ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഐ സി പ്ലസ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയ മോഡിഫൈ ചെയ്ത ലോയെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡിഫൈഡ് ആംപിയർ സർക്യൂട്ട് ലോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആംപിയർ മാക്സ്വെൽസ് സർക്യൂട്ട് ലോ എന്ന് വേണമെങ്കിലും വിളിക്കാം. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒരു 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത്, ഔട്ട്സൈഡ് ദി കപ്പാസിറ്റർ പ്ലേറ്റ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. നമുക്കറിയാവുന്നതാണ്, ആ രണ്ട് പ്ലേറ്റുകൾക്ക് പുറത്ത് കണ്ടക്ഷൻ കറൻറ്റ് മാത്രമേ ഉള്ളൂ, ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഇല്ല. ഇൻസൈഡ് ദി കപ്പാസിറ്റർ പ്ലേറ്റ്സ് ദർ ഇസ് നോ കണ്ടക്ഷൻ കറൻറ്റ്. അതും നമുക്കറിയാവുന്നതാണ്. രണ്ട് പ്ലേറ്റുകൾക്ക് ഉള്ളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് മാത്രമേ ഉള്ളൂ, കണ്ടക്ഷൻ കറൻറ്റ് ഇല്ല. The conduction and displacement currents are individually discontinuous, but the currents together possess the property of continuity through any closed electric circuit. ഇതാണ് രണ്ട് പ്ലേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടക്ഷൻ കറൻറ്റ് വന്ന് എവിടെ അവസാനിക്കും? ആദ്യത്തെ പോസിറ്റീവ് പ്ലേറ്റിൽ അവസാനിക്കും. ഞാൻ ചെറിയൊരു ഇമേജ് വരയ്ക്കാം. എന്താ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്, ഇത് നെഗറ്റീവ് പ്ലേറ്റുമാണ്. അപ്പോൾ കണ്ടക്ഷൻ കറൻറ്റ് വന്ന് എവിടെ അവസാനിക്കും? ഈ പോസിറ്റീവ് പ്ലേറ്റിൽ വന്ന് അവസാനിക്കും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ആർക്കേ പ്രസക്തിയുള്ളൂ? ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റിനെ പ്രസക്തിയുള്ളൂ.
ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് എവിടെ അവസാനിക്കും? നെഗറ്റീവ് പ്ലേറ്റിൽ അവസാനിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കേ പ്രസക്തിയുള്ളൂ? കണ്ടക്ഷൻ കറൻറ്റിനെ പ്രസക്തിയുള്ളൂ. അപ്പോൾ ഓരോരുത്തരെയും മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ അവർ ഡിസ്കണ്ടിന്യൂവസ് ആണ്. പോസിറ്റീവ് പ്ലേറ്റ് വരെ മാത്രമേ കണ്ടക്ഷൻ കറൻറ്റ് ഉള്ളൂ. അപ്പോൾ അതവിടെ മുറിഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് ആരാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റാണ്. അദ്ദേഹത്തിന് നെഗറ്റീവ് പ്ലേറ്റ് വരെയുള്ളൂ. അവിടുന്ന് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് അവിടെ വെച്ച് മുറിഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് ആരാണ്? കണ്ടക്ഷൻ കറൻറ്റാണ്. അപ്പോൾ ഇൻഡിവിജ്വലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഡിസ്കണ്ടിന്യൂവസ് ആണ്. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് കിട്ടും. അപ്പോൾ അവിടെ എന്ത് വരും? ഒരു കണ്ടിന്യൂവിറ്റി വരും. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. രണ്ടുപേരും ഇൻഡിവിജ്വലി ഡിസ്കണ്ടിന്യൂവസ് ആണ്. ബട്ട് ദ കറൻസ് ടുഗദർ, ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ആൻഡ് കണ്ടക്ഷൻ കറൻറ്റ്, ബോത്ത് ടുഗദർ possess the property of continuity through any closed electric circuit. നാലാമത്തേത്, the displacement current is precisely equal to the conduction current. അതായത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റും കണ്ടക്ഷൻ കറൻറ്റും ഈക്വലാണ്. ഒരു സർക്യൂട്ടിൻ്റെ തന്നെ പല ഭാഗത്തായിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളാണ് ആര്? ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റും കണ്ടക്ഷൻ കറൻറ്റും. അവർ രണ്ടുപേരും ഈക്വലാണ്. ആ പോസിറ്റീവ് പ്ലേറ്റ് വരെ ഒരു കണ്ടക്ഷൻ കറൻറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റും നെഗറ്റീവ് പ്ലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും കണ്ടക്ഷൻ കറൻറ്റായിട്ട് മാറും. അപ്പോൾ രണ്ടുപേരും ഈക്വലാണ്. ഒരു സർക്യൂട്ടിൻ്റെ തന്നെ പല സ്ഥലങ്ങളിൽ ആക്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 പോയിന്റുകളും ഒന്ന് ഓർത്ത് വയ്ക്കുക.